പേര് വെച്ചത് അബുൽ ഹസൻ അശ്ശരി തങ്ങളല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഈ പ്രസ്ഥാനത്തിന് അങ്ങനെ പേര് വെച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ വ്യത്യസ്തമായ റിപ്പോർട്ടുകളിൽ അങ്ങനെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന പേര് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, തീർന്നില്ല. പരിശുദ്ധ ഖുർആനിൽ തന്നെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന പ്രസ്ഥാനത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. എവിടെയാണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു വിഭാഗം, ആ വിഭാഗത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യൗമ തബിയല്ലു വുജൂഹ് വ തസ്വദ്ദു വുജൂഹ്. നാളെ മഹ്ശറയിൽ രണ്ട് വിഭാഗം ജനങ്ങൾ. ഒന്ന് മുഖം വെളുത്ത കൂട്ടർ, അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. മറ്റൊന്ന് മുഖം കറുത്ത കൂട്ടർ, അള്ളാഹു നമ്മെ കാക്കട്ടെ. ഈ രണ്ട് വിഭാഗത്തെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു എടുത്തു പറഞ്ഞത് കാണാം. എന്നാൽ ഈ ആയത്തിന്റെ തഫ്സീരിൽ 20ഓളം വരുന്ന പണ്ഡിതന്മാർ, ഓരോ ഇമാമിന്റെ പേര് പറയാനും തഫ്സീർ പറയാൻ സമയമില്ല, 20ഓളം വരുന്ന തഫ്സീറിന്റെ പണ്ഡിതന്മാർ യൗമ തബിയല്ലു വുജൂഹ്, മുഖം വെളുക്കുന്ന വിഭാഗം, അതാരാണ്? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയാണ് മുഖം വെളുക്കുന്ന കൂട്ടർ എന്ന് തഫ്സീറിന്റെ പണ്ഡിതന്മാർ, തഫ്സീർ ഫത്ഹുൽ ബയാൻ ഫി മഖാസിദിൽ ഖുർആൻ, തഫ്സീർ ദുറുൽ മൻസൂർ, തഫ്സീർ ജാമിഉൽ ഖുർആൻ, തഫ്സീർ റാസി, തഫ്സീറുൽ മുനീർ, തഫ്സീർ മആലിം തൻസീൽ, തഫ്സീറുൽ ഫത്ഹുൽ ഖദീർ, ഇങ്ങനെ ഒട്ടനവധി തഫ്സീറിന്റെ കിതാബുകളിൽ യൗമ തബിയല്ലു വുജൂഹ് എന്ന ആയത്തിന്റെ തഫ്സീരിൽ അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, ഈ പ്രസ്ഥാനമാണ് നാളെ റബ്ബിന്റെ കോടതിയിൽ മുഖം വെളുക്കുന്ന വിഭാഗം. അപ്പോൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലും പരാമർശമുണ്ട് എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പേര് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അബൂൽ ഹസൻ അശ്ശരി തങ്ങൾ അവർ പേര് വെച്ചു എന്ന് പറഞ്ഞാൽ ഇഷ്തഹറ ബിദാലിക്കൽ ഇസ്മി, അക്കാലം മുതൽ ആ പേര് കൊണ്ട് പ്രസിദ്ധമായി എന്നേ അതിന് അർത്ഥമുള്ളൂ. അവർ പേര് വെച്ചു എന്ന് അർത്ഥമില്ല. അതുകൊണ്ടാണ് മഹാനായ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അവിടുത്തെ പ്രസിദ്ധമായ ഗ്രന്ഥം പുണ്യത്തിൽ എഴുതി വെച്ചത് കാണാം, ഫഅലൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് നിർബന്ധമാണ് ഇത്തിബാഉ സുന്നത്തി വൽ ജമാഅ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അത് പിന്തുടർന്ന് ജീവിക്കൽ ഒരു മുഅ്മിനിക്ക് നിർബന്ധമാണ്. കാരണം അത് മാത്രമേ ഉള്ളൂ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന വിഭാഗം. ബാക്കിയുള്ള 72 വിഭാഗവും അത് നരകത്തിലാണ്. സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ഒറ്റ വിഭാഗമേ ഉള്ളൂ. അതുകൊണ്ട് ആ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന വിഭാഗത്തെ പിന്തുടർന്ന് ജീവിക്കണം. മഹാനായ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് തങ്ങൾ പറയാൻ. ഇനി നിങ്ങൾ നോക്കൂ, മഹാനവറുകൾ പറയാൻ, ആ സുന്നത്ത് ജമാഅത്ത് അല്ലാത്ത, നിങ്ങൾ നോക്കൂ, സുന്നത്ത് ജമാഅത്ത് അല്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ സമൂഹം 72 വിഭാഗമായി ഇവിടെ പിളരാനുണ്ട്. ആ 72 വിഭാഗം ഇവിടെ പിളരാനുണ്ടെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാകും, 72 വിഭാഗമായി പിളരുമെന്നല്ലേ മുത്തുനബി പറഞ്ഞത്? പക്ഷേ ഇപ്പോ മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, ഖാദിയാനി, ഷിയ ഇങ്ങനെ എണ്ണിയാൽ 2, 8, 10 മാത്രമേ നമ്മളെ കേരളത്തിൽ കാണുള്ളൂ. കൂടുതൽ കാണുന്നില്ലല്ലോ. 72 വിഭാഗം ഈ ലോകത്ത് വരാനുണ്ട്. അപ്പൊ ഖിയാമ നാൾ എടുക്കാൻ ഇനിയും കുറേ ബാക്കിയുണ്ടോ എന്ന് തോന്നിപ്പോകും. എന്നാൽ മഹാനായ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് പറയാം, വഹാദൽ ഇഫ്തിറാഖു, അവിടുത്തെ ഉന്നത താലിബിന്റെ 84-ാമത്തെ പേജിൽ വിശദീകരിച്ചത് കാണാം, ഈ ഭിന്നത, വഹാദൽ ഇഫ്തിറാ, ഈ ഭിന്നത ഏതാണ്? ഭിന്നത റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ 72 വിഭാഗം എന്ന് പറഞ്ഞ ഭിന്നത, അല്ലദീ ദക്കറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി തങ്ങൾ പറഞ്ഞ 72 വിഭാഗം, ലം യകുൻ ഫീ സമാനിഹി, അവർ റസൂലുള്ളാഹിയുടെ കാലത്ത് ഉണ്ടായില്ല. വലാ ഫീ സമനി അബീ ബക്കർ, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാലത്തും ഇല്ല. വ ഉമറ വ ഉസ്മാന വ അലിയ്യൻ, 4 ഖുലഫാഉൽ അർബയുടെ കാലത്തും ഈ പറഞ്ഞ വിഭാഗം ഇല്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ശൈഖ് ജീലാനി തങ്ങൾ അവിടുത്തെ പുണ്യത്തിൽ പറയുന്നത് 4 ഖുലഫാഉൽ അർബയുടെ കാലത്തും ഇല്ല. കുറച്ച് മുത്താലിമുള്ളത് കൊണ്ട് ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം. 4 ഖുലഫാഉൽ അർബയുടെ കാലത്ത് ഈ റസൂലുള്ള പറഞ്ഞ വിഭാഗം ഇല്ല. എന്നാൽ ലോകത്ത് ആദ്യമായി ഉണ്ടായ വിദഗ്ധത്തിന്റെ പാർട്ടി ഏതാണ്? ഖവാരിജുകൾ. ഈ ഖവാരിജുകൾ എപ്പോഴാണ് പൊട്ടിപ്പുറപ്പെട്ടത്? 4ാം ഖലീഫയായ അലി ബിൻ അബി താലിബ് തങ്ങളുടെ കാലത്താണ്. ശ്രദ്ധിക്കണം, അലി ബിൻ അബി താലിബ് തങ്ങളുടെ കാലത്താണ് ഖവാരിജുകൾ എന്ന വിഭാഗം ഉണ്ടായത്. എന്നാൽ ശൈഖ് ജീലാനി തങ്ങൾ പറയുന്നു, 4 ഖുലഫാഉൽ അർബയുടെ കാലത്തും ഇങ്ങനെയുള്ളൊരു ഭിന്നിപ്പ് ഉണ്ടായിട്ടില്ല. എന്നാൽ ആ പറഞ്ഞത് എന്താണ് എന്ന് മനസ്സിലാക്കണം. ഖവാരിജുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായി. എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണം മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ ഷഹീദാക്കപ്പെട്ടു. അങ്ങനെ ഒരാൾ വന്ന് ഉസ്മാൻ റളിയല്ലാഹു തആല എനിക്ക് കടാര കൊണ്ട് കുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു തആല അവനെ വധിക്കപ്പെട്ടു പോയി. ശേഷം അലി ബിൻ അബി താലിബ് തങ്ങൾ ഭരണമേറ്റെടുത്തു. അലിയാർ തങ്ങൾ ഭരണമേറ്റെടുത്തപ്പോൾ ചെറിയ ഒരു ഭിന്നത എന്നതിനെ കുറിച്ച് പറയരുത് എന്നാണ് ഉസ്താദുമാർ പഠിപ്പിച്ചത്. എവിടെ? സ്വഹാബത്തിന്റെ ഇടയിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം. ആരല്ലോ? അലിയാർ തങ്ങളും മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹും, രണ്ടും വലിയ മഹാന്മാരാണ്. എന്തായിരുന്നു ഭിന്നത? ഞാനിത് ഈ ഖവാരിജിന്റെ തുടക്കം പറയാം. എന്തായിരുന്നു ഭിന്നത? മുആവിയ റളിയല്ലാഹു തആല അൻഹും കുറഞ്ഞ ആൾക്കാരും പറഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹുവിനെ വധിക്കപ്പെട്ട ആ ഘാതകനെ പിടികൂടുന്ന വിഷയത്തിൽ വേണ്ടതുപോലെ അലിയാർ തങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല.
എന്ന് മുആവിയ റളിയല്ലാഹുവിന്റെ ഭാഗം. അതുപോലെ അലി ഇബ്നു അബീ താലിബ് തങ്ങളോ എന്റെ ഭാഗത്ത് ഒരു ന്യൂനതയും സംഭവിച്ചിട്ടില്ല, ഹക്ക് പോലെ ഞാൻ കാര്യം നിർവഹിച്ചിട്ടുണ്ട് എന്ന് അലിയാർ തങ്ങളുടെ ഭാഗത്തുള്ള ഭാഗം. ഇങ്ങനെ രണ്ട് അഭിപ്രായ വ്യത്യാസം സ്വഹാബത്തിന്റെ ഇടയിൽ വന്നു. ചെറിയ പേര് ഭിന്നത എന്ന് പറയരുത്. ആരെല്ലാം? ഒന്ന് മുആവിയ തങ്ങൾ, മറ്റൊന്ന് അലിയാർ തങ്ങൾ. അങ്ങനെ രണ്ട് അഭിപ്രായ വ്യത്യാസം സ്വഹാബത്തിന്റെ ഇടയിൽ ഉണ്ടായപ്പോൾ മൂന്നാമത്തെ ഒരു കൂട്ടർ വന്നു. ഓർ പറഞ്ഞു നമുക്ക് ഈ കൈ വേണ്ട, എ പി വേണ്ട, പുതിയതുണ്ടാക്കാന്ന്. അങ്ങനെയാണ് മൂന്നാമത്തെ ഒരു കൂട്ടർ ഉണ്ടായ. അവരുടെ പേരാണ് ഖവാരിജ്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഉണ്ടായില്ലേ? അങ്ങനെ ചെറിയൊരു അഭിപ്രായം സഹാബത്തിൽ ഉണ്ടായപ്പോ കലങ്ങിയ വെള്ളത്തിന് മീൻ പിടിച്ച വിഭാഗമാണ് ഈ വഹാബികൾ എന്ന് പറയുന്നത്. അങ്ങനെ ഈ സ്വഹാബത്തിനിടയിൽ ചെറിയ ഭിന്നത കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ മൂന്നാമത്തെ വിഭാഗം വന്നു. അതിന്റെ പേരാണ് ഖവാരിജ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഖവാരിജ് അങ്ങനെ കിതാബ് കാണുമ്പോൾ പേടിയൊന്നുണ്ടാവും. ഇപ്പൊ ഇയാൾ നീട്ടൂല. ഈ പറഞ്ഞ ചരിത്രമുള്ളത് കിതാബിലാണ്, അതുകൊണ്ടാണ് ഇതിനെ വിളിപ്പിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നിങ്ങൾ നോക്കൂ, ഞാൻ നിർത്തുകയാണ്. ആ ദൂരെ നിൽക്കുന്നവർക്കൊന്ന് അടുത്ത് വന്നിരുന്നാൽ ഇങ്ങോട്ട് നിൽക്കുക, മുത്താരികളൊക്കെ ഇങ്ങോട്ട് കയറി വരാം. സരസിന്റെ ബഹുമാനല്ലേ, ഇവിടെ ഒക്കെ ഇരിക്കുമ്പോൾ മിസ്ബായുസ് ഒക്കെ ഇരിക്കുമ്പോൾ എല്ലാവരും മുമ്പോട്ട് കയറി വരാം. നമുക്ക് മുത്താരി ഒരു ദർശനം എടുത്താൽ ഒരു 10 മിനിറ്റ് ഇൻഷാ അല്ലാഹ്. ചെറിയൊരു ദർസ്, എനിക്കൊരു ഭാഗ്യം കിട്ടിയല്ലോ ദർസ് എടുത്താൽ. അൽഹംദുലില്ലാഹ്, ഈ ഭാഗ്യം ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇരിക്കുന്നത് വരെ ഈ ഭാഗ്യം എനിക്ക് തന്നത് മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദാണ്. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ, അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ, അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. സുബ്ഹാനല്ലാഹ്, ഈ സുന്നത്ത് ജമാഅത്ത് പറയാൻ എനിക്ക് ഭാഗ്യം തന്നത് എം എ ഉസ്താദാണ്. അത് ഇടയ്ക്ക് വെച്ച് ഞാൻ പറയട്ടെ. എന്താണ്? അഭിമന്യരായ അയ്യൂബ് ഖാൻ സഅദി ഉസ്താദ്, അല്ലാഹു ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ, അല്ലാഹു ഖബർ പ്രകാശിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ടവര് സഅദിയയിൽ സുന്നത്ത് ജമാഅത്ത് എടുത്തിരുന്നു. ബഹുമാനപ്പെട്ടവര് പെട്ടെന്ന് വഫാത്തായപ്പോൾ ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് പറഞ്ഞു, പോകാൻ വേണ്ടി പറഞ്ഞു, അയ്യൂബ് ഖാൻ സഅദിന്റെ സ്ഥാനത്ത് നിങ്ങൾ സഅദിയിൽ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ക്ലാസ് എടുക്കാൻ പേടിയാകുന്നില്ലേ? ഉസ്താദ് പറഞ്ഞു ഇന്ന ദിവസം ക്ലാസ് തുടങ്ങണം. അങ്ങനെ ക്ലാസ് തുടങ്ങാൻ വേണ്ടി സഅദിയിലേക്ക് പോയപ്പോ മുത്തവല് അവല് സാനി സാധാരണക്കാർക്ക് കൂടി 9-10 ക്ലാസിന്റെ എല്ലാ ഉസ്താദുമാരും പറഞ്ഞു. എം എ ഉസ്താദ് അധ്യക്ഷത വഹിച്ചു. എം എ ഉസ്താദിന്റെ അധ്യക്ഷതയിൽ സുന്നത്ത് ജമാഅത്ത് ക്ലാസ്. എന്താ? ഖുതുബയുടെ ഭാഷ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ എം എ ഉസ്താദ് അവിടെ ഇരുന്ന് ഉസ്താദ് ഉദ്ഘാടനം ചെയ്തിട്ട് പറഞ്ഞു കൈകാലൊക്കെ പറക്കണം. അങ്ങനെ എം എ ഉസ്താദിന്റെ മുമ്പിൽ ഖുതുബയുടെ ഭാഷ എന്ന വിഷയത്തിൽ ഞാൻ 40 മിനിറ്റ് വിഷയം അവതരിപ്പിച്ചു. എന്റെ അവിടെ ഇരുന്ന് അപ്പൊ എം എ ഉസ്താദ് പറഞ്ഞു, ഇനി സംശയം ചോദിച്ചോളൂ. യാ റബ്ബി യാ അല്ലാഹ്, ഈ സംശയത്തിന്റെ മറുപടി എം എ ഉസ്താദാണോ ഞാനാണോ? എന്റെ മനസ്സിൽ ഇങ്ങനെ പറക്കണം, ഇത് എം എ ഉസ്താദാണോ മറുപടി ഞാനാണോ? അങ്ങനെ സദസ്സിൽ ഒരാൾ ചോദിച്ചു, ഖുതുബ പ്രസംഗം അത് ജനങ്ങൾക്ക് തിരിയണ്ടേ എന്ന് വെച്ചു. ഞാൻ മുണ്ടേയില്ല. മറുപടി സുബ്ഹാന ജല്ല ജലാലു. ഞാൻ പറഞ്ഞു, അല്ലാമ ശിർബീനി റളിയല്ലാഹു തആല അൻഹു മുഗ്നിയിൽ ഖുതുബക്ക് ഒരു നിർവചനം പറഞ്ഞിട്ടുണ്ട്. ആ നിർവചനം അടിസ്ഥാനമാക്കിയാണ് ഞാൻ 40 മിനിറ്റ് വിഷയം അവതരിപ്പിച്ചത്. നിങ്ങളുടെ ചോദ്യം എന്റെ നിർവചനത്തിന്റെ പുറത്തായതുകൊണ്ട് ഞാൻ മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞു. എം എ ഉസ്താദ് പറഞ്ഞു, തൽക്കാലം ഇന്ന് മതി, നമുക്ക് പരിപാടി നിർത്തിവെക്കാം, അസ്സലാമു അലൈക്കും. അത് തിരിഞ്ഞോക്ക് തിരിഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ മറുപടി പറയുമ്പോൾ ശ്രദ്ധിക്കണം. സദസ്സിൽ ചോദിച്ചു മറുപടി പറയാൻ നിൽക്കണ്ട. വിഷയത്തിൽ ഒതുങ്ങിയതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി, അല്ലാതെ പിടിച്ച് പുറത്തെറിയണം. ഇത് ഉസ്താദിന്റെ ആശയാണ്. അങ്ങനെ ഉസ്താദ് തുടങ്ങി തന്ന സുന്നത്ത് ജമാഅത്ത് ഇപ്പോഴും ജാമിഅ സയ്യിദിൽ എല്ലാ ബുധനാഴ്ച പോയി ക്ലാസ് എടുക്കാറുണ്ട്. അതാണ് നിങ്ങൾ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. ഉസ്താദിന്റെ പൊരുത്താണ്. ഉസ്താദ് ദറജ, അവിടുത്തെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണ്? അലി ഇബ്നു അബീ താലിബ് തങ്ങളുടെ കാലത്ത് പുറപ്പെട്ട വിഭാഗമാണ് ഖവാരിജ്. കാരണം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഘാതകനെ പിടികൂടുന്ന വിഷയത്തിൽ അലിയാർ തങ്ങൾക്ക് വീഴ്ച പറ്റി. മുആവിയ റളിയല്ലാഹു ഒരു ഭാഗത്ത്, അലിയാർ തങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടില്ല, ഹക്ക് പോലെ ഡ്യൂട്ടി നിർവഹിച്ചിട്ടുണ്ട് അലിയാർ തങ്ങൾ. ഇങ്ങനെ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ മൂന്നാമത്തെ വിഭാഗം വന്ന് നമുക്ക് രണ്ടും വേണ്ട, ഖവാരിജ്. എന്താ അർത്ഥം? പുറത്താക്കപ്പെട്ട കൂട്ടർ എന്നാണ്. അങ്ങനെ അലിയാർ തങ്ങളുടെ കാലത്ത് ഖവാരിജ് എന്ന വിഭാഗം പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചരിത്രം. പക്ഷേ ശൈഖ് ജീലാനി തങ്ങൾ അവിടുത്തെ കുഞ്ഞത്തിൽ എന്താ പറയുന്നത്? അവിടുത്തെ കുഞ്ഞത്തിൽ പറയുന്നത് അങ്ങനെ ഒരു ഭിന്നിപ്പ് 4 ഖുലഫാഉൽ അർബഅന്റെ കാലത്തും ഇല്ല. 4 ഖുലഫാഉൽ അർബഅന്റെ കാലത്തും ഇങ്ങനെ ഒരു ഭിന്നിപ്പ് ഇല്ല എന്ന് മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ അവിടുത്തെ പുണ്യത്തിന്റെ 84-ാമത്തെ പേജിൽ എഴുതി വെച്ചതായി കാണാം. എന്നാൽ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ആ പറഞ്ഞതിന്റെ അർത്ഥം അലിയാർ തങ്ങളുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് ഖവാരിജുകൾ. ആ ഖവാരിജ് എന്ന വിഭാഗം ഉണ്ടായപ്പോൾ അലി ഇബ്നു അബീ താലിബ് തങ്ങൾ ഒരു സൈന്യത്തെ ഏർപ്പെടുത്തി. ആ സൈന്യത്തിന്റെ ക്യാപ്റ്റനായിരുന്നു മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലായി അവരോട് മുഖാമുഖം നടത്തി, അവരോട് വാദപ്രതിവാദം നടത്തി, ഖവാരിജികളോട് വാദപ്രതിവാദം നടത്തി. എന്നിട്ട് ഖവാരിജികളെ അടക്കി ഒതുക്കി ഇരുത്തി. പിന്നെ അലിയാർ തങ്ങളുടെ കാലത്ത് അവർ തലമുക്കിയിട്ടില്ല. അതാണ് ശൈഖ് ജീലാനി തങ്ങൾ പറഞ്ഞത്, 4 ഖുലഫാഉൽ അർബഅ തങ്ങളുടെ കാലത്തും ഇവർ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ഖവാരിജികൾ ഉണ്ടായിട്ടുണ്ട്, അവർ ഇബ്നു അബ്ബാസ് തന്റെ നേതൃത്വത്തിൽ ഒതുക്കി അമർത്തിയിട്ടുണ്ട്, വാദപ്രതിവാദം നടത്തിയിട്ടുണ്ട് എന്നാണ് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, അങ്ങനെ ഖവാരിജ് എന്ന വിഭാഗം അലിയാർ തങ്ങൾക്ക് പുറപ്പെട്ടു. ഖുലഫാഉൽ അർബഅന്റെ കാലത്ത് ഇല്ല. 72 വിഭാഗമായി ഈ സമൂഹം പിളരുമെന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്? എന്നാൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ വിഭാഗം വന്നോ? അല്ല വരേണ്ടതുള്ളൂ? അല്ല കഴിഞ്ഞോ?
കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇനി എപ്പോ വരാനാ? ഇസ്രാഫീൽ ഊതാനായില്ലേ? ഇനി വരാനുണ്ടോ? എന്തെങ്കിലും സംഭവിക്കാൻ ബാക്കിയുണ്ടോ? ദജ്ജാലും വന്ന് കഴിഞ്ഞോ എന്ന് സംശയം അല്ലെ? ഖിയാമത്ത് നാളിൽ ലക്ഷങ്ങളൊക്കെ വന്നു തുടങ്ങിയില്ലേ? ഇനി എപ്പോഴാ പൊട്ടി കയറല്? എന്നാൽ ഷെയ്ഖ് ജീലാനി തങ്ങൾ ഹിജ്റ 470 ജനിച്ചിട്ട് 560 വഫാത്തായ 5-ാം നൂറ്റാണ്ടുകാരൻ മഹാനായ ഖുത്ബുൽ അഖ്താബ് ഔസുൽ ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അവിടുത്തെ കുഞ്ഞത്തു താരിബിന്റെ 85-ാമത്തെ പേജിൽ പറയുന്നത് കേൾക്കൂ നിങ്ങൾ. 5-ാം നൂറ്റാണ്ടിൽ തന്നെ 72 വിഭാഗം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുതിയതായിട്ടൊന്നും വരാനില്ല. എഴുതി വെക്കുന്ന മുത്താലിമീങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കാണ്. 73 വിഭാഗത്തിന്റെ പേര് ഇവിടെ പറയാം. എല്ലാം വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയാം. ഫാസിലു 73 ഫിഖ്ഖ. 73 വിഭാഗം എന്ന് പറഞ്ഞാൽ അതിന്റെ അടിത്തറ 10 ആദ്യ 10 ഉണ്ടായി. ഈ 10ൽപ്പെട്ട ഓരോന്നും പൊട്ടിയിട്ട് പിന്നെ 73 ആയി. അപ്പൊ ആകെ പൊട്ടിയത് എത്ര? 10. ആ 10ൽപ്പെട്ട ഓരോന്നും പൊട്ടി. എത്ര പൊട്ടി? അഹ്ലുസുന്ന. ഞാനൊന്ന് അത് വായിക്കാണ്. ഏതാ 10 എണ്ണം? 10 എണ്ണം. 1 അഹ്ലുസുന്ന, 2 ഖവാരിജ്, 3 കുഞ്ഞത്തു താരിബിന്റെ 75-ാം പേജിൽ കാണാം. ഇത് കുമ്പളെന്ന് വാങ്ങിയ കിതാബാണ്. ഗൾഫിന്റെ പ്രസ് പേജ് നമ്പർ വ്യത്യാസം ഉണ്ടാവും. ഇത് കുമ്പള പ്രസാണ്. പേജ് നമ്പർ ചിലപ്പോൾ കിട്ടാണ്ടിരിക്കുന്നത് കണ്ടിട്ടാന്ന് പറയാൻ നിൽക്കണ്ട. ഇനി റഹ്മാൻ എന്ന് വാങ്ങിയ കിതാബാണ്. അപ്പോ 1 അഹ്ലുസുന്ന, 2 ഖവാരിജ്, 3 ശിഅ, 4 മുഅ്തസില, 5 മുർജിഅ, 6 മുശബ്ബിഹ, 7 ജഹ്മിയ, 8 ളിറാരിയ, 9 നജാരിയ, 10 കിലാബിയ. അങ്ങനെ 10 എണ്ണം, 10 വിഭാഗം. എന്നാൽ ഈ 10 എണ്ണം പൊട്ടിയത് നിങ്ങൾ നോക്കൂ. എത്ര പൊട്ടി? ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങൾ പറയാ, അഹ്ലുസുന്ന 1 അഹ്ലുസുന്നയാണ്. അത് വാഹിദത്തുൻ, ഒന്നേ ഉള്ളൂ. അഹ്ലുസുന്ന ഒന്നേ ഉള്ളൂ. അതാ ബാഫക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞത്, അഹ്ലുസുന്ന ഒന്നേ ഉള്ളൂ അല്ലെ? ഇത് ഞാൻ ഇങ്ങനെ കിതാബിൽ കണ്ടപ്പോ എനിക്കൊരു ഡൗട്ടാണ്. അഹ്ലുസുന്ന 2 ഉണ്ടല്ലോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ അല്ലെ? നമ്മുടെ നാട്ടിൽ ഇപ്പൊ 2 കാണുന്നുണ്ടല്ലോ. അങ്ങനെ ആകെ ബേജാറായി. അപ്പൊ സക്കരിയ സലായി അതിന്റെ മറുപടി ക്ലിപ്പിന്റെ ലാപ്ടോപ്പിലുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ പല സ്ഥലത്തും അത് ക്ലിപ്പിട്ട് കാണിച്ചതാണ്. എന്താ സക്കരിയ സലായി പറയാ? കൂട്ടരെ, നമ്മൾ 8ഉം 10ഉം ആയിട്ട് പൊട്ടിയില്ലേ? നമ്മൾ 8ഉം 10ഉം ആയിട്ട് പൊട്ടി. അപ്പൊ നിങ്ങൾ പറയും അഹ്ലുസുന്ന പൊട്ടിയിട്ടില്ലേ? അഹ്ലുസുന്ന ഈ KP 2 ആയിട്ട് പൊട്ടിയിട്ടില്ലേ? എന്നാൽ നിങ്ങൾ കേൾക്കണോ, അവർ ഞങ്ങളെ പോലെ പൊട്ടിയവരല്ല. അവര് എന്തോ സംഘടനാ തർക്കം മാത്രം. ആശയത്തിൽ അവർ ഒന്നാ, ഞങ്ങൾ 10ഉം 10 ആശയക്കാരാ. സക്കരിയ സലാഹിന്റെ മറുപടിയാണ്. അതുകൊണ്ട് അഹ്ലുസുന്ന ഒന്നാണ് എന്ന് ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാനിതിന് മറുപടി പറയേണ്ടതില്ല. അത് സക്കരിയ സലാഹി തന്നെ പറഞ്ഞിട്ടുണ്ട്. അഹ്ലുസുന്ന ഒന്നാണ്. പിന്നെ രണ്ടാമത്തത് ഏതാണ്? രണ്ടാമത്തത് ഖവാരിജ്. ഖവാരിജ് എത്ര? ഖവാരിജ് ഒന്ന് എണ്ണിക്കൊള്ളട്ടെ, 23 കിട്ടും നോക്കാം. അഹ്ലുസുന്ന 1. ഖവാരിജ് 15 ഫിർഖ, 15 ഖവാരിജ്. മുഅ്തസില 6 ഫിറഖ്, മുഅ്തസില 6 എണ്ണം. പിന്നെ മുർജിയത്ത് 12 എണ്ണം, മുർജിയത്ത് 12. ശിഅ 32 ഷിയാക്കള്, 32 വിഭാഗം ഷിയാക്കള്. ജഹ്മിയ, നജാരിയ, ളിറാരിയ, കിലാബിയ എല്ലാം ഓരോന്ന് മാത്രം. ഈ പറഞ്ഞ 4 ഓരോന്ന്. മുശബ്ബിഹ 3 എണ്ണം, 3 ഫിറഖ്. അങ്ങനെ ഷിയ 32, ഖവാരിജ് 15, മുഅ്തസില 6, മുർജിയ 12, മുശബ്ബിഹ 3, ബാക്കി 4 എണ്ണം ഓരോന്ന്. എല്ലാം കൂട്ടുമ്പോൾ 73 വിഭാഗം വന്നു കഴിഞ്ഞിട്ടുണ്ട്. 73 വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആരാ പറയുന്നേ? 5-ാം നൂറ്റാണ്ടുകാരനായ മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. എന്നാൽ ഞാനിപ്പോൾ ഇവിടെ വായിച്ചു. ഈ വായിച്ച കൂട്ടത്തിൽ ആരെല്ലാം? ഷിയ ഉണ്ട്, ഖവാരിജ് ഉണ്ട്, മുഅ്തസില ഉണ്ട്, പിന്നെ മുർജിയ ഉണ്ട്, മുശബ്ബിഹ, ജഹ്മിയ, ളിറാരിയ, നജാരി, ഇങ്ങനെ കുറെ ഉണ്ട്. ഈ കൂട്ടത്തിലൊന്നും നമ്മുടെ നാട്ടിലുള്ള വഹാബിയ കാണുന്നില്ല. 73 വിഭാഗം. അത് 5-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞു. ഷെയ്ഖ് ജീലാനി തങ്ങൾ പറയാ. പക്ഷേ ഈ 73ന്റെ അഡ്രസ് അടക്കം മഹാനവർ വിശദീകരിക്കുന്നുണ്ട്. ഇനി ഈ കിതാബ് കയ്യിലില്ലെങ്കിൽ ബഹുമാനപ്പെട്ട അസീസ് ഖാഫി ഉസ്താദിന്റെ ദുററുൽ ഫവായിദ് എന്ന് പറയുന്ന ശറഹുൽ ഖായിദിന്റെ വ്യാഖ്യാനം, അതിലും ഈ പറഞ്ഞ വിഭാഗത്തെ മുഴുവനും ഉസ്താദ് അവരുടെ എടുത്തു പറഞ്ഞതായി കാണാം. ഇരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നിങ്ങൾ നോക്കൂ. 73 വിഭാഗം വന്നു കഴിഞ്ഞു. ആ പറഞ്ഞ കൂട്ടത്തിലൊന്നും നമ്മുടെ കേരളത്തിൽ കാണുന്ന വഹാബിയന്റെ പേര് അതിൽ ഇല്ല. എന്നാൽ പിന്നെ വഹാബിയ അത് ഏതാ സാധനം? നമ്മുടെ നാട്ടിലുള്ള വഹാബിയ ഏതാ സാധനം? സാധനത്തെ പറ്റി ബഹുമാനപ്പെട്ട അല്ലാമ സാവി റളിയല്ലാഹു അൻഹു, സാവിന്റെ വണ്ടിയിലുണ്ട്. സാവിയുടെ 3-ാം ബാല്യത്തിൽ കുമ്പള പ്രസ് കേട്ടോ, ദുബൈൻ്റെതല്ല, കുമ്പളന്ന് വാങ്ങിയ സാവിയിൽ അതിൽ 3-ാം ബാല്യത്തിൽ 288-ാമത്തെ പേജിൽ സൂറത്തു ഫാത്തിറിന്റെ 8-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഫാത്തിർ അതിന്റെ 8-ാമത്തെ ആയത്ത് ഏതാണ്? അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസന എന്ന സൂറത്തു ഫാത്തിറിന്റെ 8-ാമത്തെ ആയത്ത്. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ അല്ലാമ സാവി റഹിമഹുല്ലാഹ് വിശദീകരിച്ചിട്ട് കാണാം. ആദിയിൽ ആയ അഫമൻ സുയ്യിന ലഹു എന്ന് പറയുന്ന ആയത്ത്, ആ ആയത്ത് നസലത്ത്, അത് ഇറങ്ങിയത് ഫിൽ ഖവാരിജി, ഖവാരിജികളെ സംബന്ധിച്ചാണ്. അല്ലദീന, ആരാണ് ഖവാരിജികൾ? നേരത്തെ പറഞ്ഞ അലിയാർ തങ്ങളുടെ കാലത്ത് പൊട്ടിപ്പുറപ്പെട്ട വിഭാഗം. അതിനെക്കുറിച്ച് അള്ളാഹു മുൻകൂട്ടി പറഞ്ഞതാണ്. അവമൻ സുയ്യിന ലഹു സൂഉ അമലി എന്ന ആയത്ത്. ആ ഖവാരിജികൾ ആരാണ്? യുഹരിഫൂന തഅ്വീലൽ കിതാബി വസുന്ന, ഖുർആനും ആയത്തും അട്ടിമറിച്ചു ഖവാരിജികൾ.
വയസ്തഹില്ലൂന ബിദാലിക ദിമാഅൽ മുസ്ലിമീന വഅംവാലിഹിം, മുസ്ലിമീങ്ങളെ മുതൽ കൊള്ളയടിക്കാം, മുസ്ലിമീങ്ങളെ കൊല്ലണം, മുസ്ലിങ്ങളെ മുതൽ കൊല്ലടിക്കണം എന്നൊക്കെ ഖുർആൻ ഹദീസ് കൊണ്ട് അട്ടിമറിച്ച് വാദിച്ച കൂട്ടരാണ് ഖവാരിജുകൾ. എന്നാൽ കമാ ഹുവ മുശാഹദുൻ അൽ ആന, ഇപ്പോൾ ആ ഖവാരിജുകൾക്കുള്ള അതേ ലേബലിൽ മറ്റൊരു കൂട്ടരെ നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. അല്ലാമ സാവി പറയാം, പണ്ടത്തെ ഖവാരിജുകളുടെ അതേ ലേബലിൽ ഇപ്പോൾ ഒരു കൂട്ടരെ കാണുന്നുണ്ട്. ഓഹും ഫിർഖത്തും മിൻ അഹ്ലിൽ ഹിജാസി, അവർ സൗദിയുടെ തലസ്ഥാനമായ ഹിജാസിൽ നിന്ന് പുറപ്പെട്ട കൂട്ടരാണ്. യുഖാലു ലഹുമുൽ വഹാബിയൂന, അവരെ ഇപ്പത്തെ പേരാണ് വഹാബികൾ. അപ്പൊ പണ്ടത്തെ ഖവാരിജുകളും ഇപ്പത്തെ വഹാബികളും രണ്ടും ഒന്ന് തന്നെയാണെന്ന് ഞാനല്ല പറഞ്ഞത്, ബഹുമാനപ്പെട്ട ഇമാമുന സാവി തങ്ങൾ അപമൻ സുയ്യനൽ ഉസൂവ മരിയനായത്തിന്റെ തഫ്സീരിൽ സാവി 3-ാം വാല്യം 288-ാമത്തെ പേജിൽ എഴുതി വെച്ചത് കാണാം. അപ്പൊ എന്തായി, പണ്ടത്തെ ും ഇപ്പോഴത്തെ വഹാബികളും രണ്ടും ഒന്ന് തന്നെയാണ്. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞു, പണ്ടത്തെ ഖവാരിജുകൾ, ആ ഖവാരിജ് എന്ന് പറയുന്ന വിഭാഗം എത്രയായിട്ടാ പൊട്ടിയത്? 15. ഖവാരിജുകൾ 15 പൊട്ടി. എന്നാൽ അതേ ലെവലിൽ പ്രവർത്തിക്കപ്പെടുന്ന വഹാബികൾ എത്രയായിട്ട് പൊട്ടി? 8, 9, 10 ആയിട്ട് പൊട്ടി അല്ലേ? എന്നാൽ പണ്ടത്തെ ഖവാരിജിന്റെ ആഴത്തേക്ക് എത്തണമെങ്കിൽ ഇനി 5 ബാക്കിയുണ്ട്, പൊട്ടിയിട്ടായിട്ടില്ല, ഇനി ബാക്കിയിട്ടുണ്ട്. ഇനി കേൾക്കണോ? വഹാബികളെല്ലാം യോജിച്ചു, വാചകത്തിൽ യോജിച്ചു, ആശയത്തിൽ അവർ ഇന്നും യോജിച്ചിട്ടില്ല. യോജിച്ചതിന്റെ ശേഷം പിന്നെയും കുറെ ഫിർഖത്ത് വീണ്ടും ഉണ്ടായി. എല്ലാം കൂട്ടുമ്പോൾ 15 ഇപ്പൊ തന്നെ ഉണ്ടായി എന്നാ തോന്നുന്നത്. ഖവാരിജിന്റെ അതേ ഭാഗത്തേക്ക് ഇപ്പോൾ വഹാബികൾ എത്തി. ഇനി നിങ്ങൾ നോക്കൂ, പണ്ട് 15 പൊട്ടിയ ഖവാരിജിന്റെ അഡ്രസ് ഇപ്പോൾ ഇല്ല. എന്നാൽ അതേ ലെവലിൽ പ്രവർത്തിക്കപ്പെടുന്ന വഹാബികൾ 15 പൊട്ടിയാൽ പിന്നെ ഓരോ അഡ്രസ് ഉണ്ടാവില്ല അല്ലേ? അപ്പൊ നമുക്കൊരു സമാധാനം, SSFകാർക്ക് SVSകാർക്ക് സമാധാനിക്കാം. പണ്ടത്തെ ആ ഖവാരിജിന്റെ ലെവലിൽ പ്രവർത്തിക്കുന്ന ഇന്നത്തെ വഹാബികൾ 15 പൊട്ടിയാൽ പിന്നെ ഓരോ അഡ്രസ് ഉണ്ടാവില്ല, നമുക്ക് വിശ്രമിക്കാം എന്നൊരു തോന്നല് SSFകാരന്റെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, അവർ 15 പൊട്ടി അന്ന് വിശ്രമിക്കുമ്പോഴായിരിക്കും ദജ്ജാൽ വരുന്നത്. സാക്ഷാൽ ദജ്ജാൽ വരുന്ന അന്നായിരിക്കും, പിന്നെ വിശ്രമം തീരെ ഉണ്ടാവില്ല. ഇരിക്കട്ടെ, ഈ വഹാബികൾ ആരാണ്? ഇബ്നു അബ്ദുൽ വഹാബിന്റെ അനുയായികളാ. എന്നാൽ ആരാണ് ഇബ്നു അബ്ദുൽ വഹാബ്? അവന്റെ ചരിത്രം ഈ കിതാബിൽ കാണാം. ഈ കിതാബിന്റെ പേര് തന്നെ അൽ വഹാബിയ എന്നാണ്. അൽ വഹാബിയ എന്ന് പറയുന്നത് ബഗ്ദാദിൽ നിന്ന് എടുത്തിറക്കുന്ന ഈ കിതാബ് അൽ വഹാബിയ എന്നാണ് കിതാബ്. ഇബ്നു അബ്ദുൽ വഹാബിന്റെ സകല ചരിത്രങ്ങളും ഇതിൽ കാണാം. ഇതുപോലെ തന്നെ സൗറത്തുൽ വഹാബിയ എന്ന് മറ്റൊരു കിതാബുണ്ട്, എന്റെ കയ്യിലുണ്ട്. അതിലും സൗറത്തുൽ വഹാബിയ എന്ന് പറയുന്ന മറ്റൊരു കിതാബ്, അതിലും വഹാബികളുടെ ചരിത്രം കാണാം. ഈ വഹാബിസത്തിന് വിത്തുപാകിയത് ആരാണ്? ഹിജ്റ 1111 ജനിച്ചിട്ട് 1206 മൗത്തായി പോയ, വഫാത്ത് ബഹുമാനിച്ച് പറയാൻ നിൽക്കണ്ട, ചത്തുപോയി എന്നും പറയണ്ട, മൗത്തായി പോയ, അങ്ങ് ബഹുമാനിച്ചിട്ട് മൗത്തായിട്ടൊന്നും പറയണ്ട, താത്തിരി ചത്തിയൊന്നും പറയണ്ട, മൗത്തായി പോയ ആ ഇബ്നു അബ്ദുൽ വഹാബ്, ഈ ചങ്ങായിയാണ് വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാവ്. ഞാൻ നിങ്ങളോട് ഇനി പറയുന്ന വിഷയം ഒരു 10 മിനിറ്റ് കൂടി ഞാൻ നിർത്തുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ചില വിഷയങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഖവാരിജുകൾ വന്നിട്ടുണ്ട്, അവർക്ക് കേരളത്തിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ 6-ാം നൂറ്റാണ്ടിന്റെ അവസാന സമയത്ത് 7-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇബ്നു തൈമിയ വന്നിട്ടുണ്ട്. ഇബ്നു തൈമിയക്കും കേരളത്തിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ആശയം കേരളത്തിൽ എത്തിയിട്ടില്ല. കേരളത്തിലെത്തിയ ആശയം 1111 ജനിച്ച ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആശയമാണ്. 1921 ഇന്ന് രാവിലെ മുതൽ ചരിത്രം പഠിച്ച നമ്മൾ ആ കേരളത്തിലേക്ക് വഹാബിസം കടന്നു വരുന്നത് 1921 മുതൽക്കാണ്. ഉത്തരവിന്റെ കാലത്ത് ദീനെത്തിയ ഈ സ്വഹാബത്ത് ഇസ്ലാം മതം പ്രചരിപ്പിച്ച കേരളത്തിലേക്ക് ഒരു വിഭാഗക്കാർ ഇവിടത്തേക്ക് വന്നിട്ടില്ല. ഖവാരിജുകൾ വന്നിട്ടില്ല, ഇബ്നു തൈമിയ ആശയക്കാർ വന്നിട്ടില്ല. 1921 മുതൽ ഏകദേശം ഒരു 95 കൊല്ലം പഴക്കമേ ഈ വഹാബിസത്തിന് കേരളത്തിന് മണ്ണിലുള്ളൂ. ഇരിക്കട്ടെ, എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, 1111 ജനിച്ച ഇബ്നു അബ്ദുൽ വഹാബ്, ആ ഇബ്നു അബ്ദുൽ വഹാബ് വലുതായി സ്വന്തം ബാപ്പാന്റെ ദർസിൽ കൂടി. ബാപ്പ കുസൃതി ചോദ്യങ്ങളെ കാരണം കൊണ്ട് ചവിട്ടി പുറത്താക്കി. ശേഷം ജ്യേഷ്ഠ സഹോദരനായ സുലൈമാൻ ഇബ്നു അബ്ദുൽ വഹാബ് ഇച്ചാന്റെ ദർസിൽ വെച്ച് കൂടി, ഇച്ചയും ചവിട്ടി പുറത്താക്കി. അവസാനം ഇബ്നു തൈമിയന്റെ കിതാബുകളൊക്കെ നോക്കി വായിച്ചിട്ട് പുതിയൊരു ആശയക്കാരനായിട്ട് ഇജാസ്, റിയാദ്, സൗദിയുടെ തലസ്ഥാനമായ റിയാദ്, പഴയ കാലത്തുള്ള നജ്ദ്, ഇപ്പോഴത്തെ റിയാദ്, ആ റിയാദ് ഇങ്ങനെ താമസം തുടങ്ങി. ചരിത്രം ഇബ്നു അബ്ദുൽ വഹാബിന്റെ ചരിത്രം മാത്രം തൈലിമിങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഒരു മാസം എടുത്തു തരാം. അവന്റെ ചരിത്രം പഠിച്ചാൽ ആരാണ് വഹാബി നമുക്ക് തിരിയും, ആരാണ് വഹാബികൾ തിരിയും. ജാമിയ സയ്യിദിൽ ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന സമയത്ത് 2-3 മാസക്കാലം ഇബ്നു അബ്ദുൽ വഹാബിന്റെ ചരിത്രമേ പറഞ്ഞിട്ടുള്ളൂ. അന്ന് വേക്കൽ മുസ്താദിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ആശയം ഇപ്പോൾ ഇസ്തിഹാസ തെളിവുകൾ നോക്കിയാൽ മനുഷ്യന്മാർക്ക് കിട്ടും, അതുപോലെ എല്ലാം കിട്ടും. അതെല്ലാം നമ്മൾ ഈ ചരിത്രം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ബഹുമാനപ്പെട്ട വേക്കൽ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ചരിത്രം പഠിക്കണം. ആരാണ് ഇബ്നു അബ്ദുൽ വഹാബ് നിങ്ങൾക്ക് അറിയുമോ? അങ്ങനെ ഉപ്പയും ചവിട്ടി പുറത്താക്കി, ജ്യേഷ്ഠനും ചവിട്ടി പുറത്താക്കി. 1145 11 ജനിച്ച ചങ്ങായാണ്. 45 34 വയസ്സ് ആയിരിക്കും ഇബ്നു അബ്ദുൽ വഹാബിനിക്ക്, 34 വയസ്സ്. അന്ന് സൗദി അറേബ്യയിൽ ഒരു കലാപം. ഈ കലാപം നടക്കുന്ന സമയത്ത് സൗദി ഭരിക്കുന്നത് ആരാണ്? ഖാലിദ് രാജാവ് എന്ന് പറയുന്ന രാജാവാണ് സൗദി ഭരിക്കുന്നത്. എന്നാൽ കലാപം എന്താണ്? നേരത്തെ രാവിലെ പൊന്മ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് കലാപത്തിനെ പറ്റിയിട്ട്. എന്താണ്? സൗദിയയുടെ അന്ന് ഭരണം പാശ്ചാത്യ തുർക്കിക്കാരുടെ കയ്യിലായിരുന്നു.
സൗദിയിൽ നിന്ന് തുർക്കിക്കാരെ നാട് കടത്തണം, എന്നിട്ട് സൗദിന്റെ ഭരണം സൗദിക്കാർക്ക് പിടിച്ചെടുക്കണം. ഇതായിരുന്നു സമരം. അങ്ങനെ സൗദി അറേബ്യ തുർക്കിക്കാരോട് പോരാടുകയാണ്. എന്തിനു വേണ്ടി? തുർക്കിനെ നാട് കടത്താൻ വേണ്ടി, തുർക്കിക്കാരെ നാട് കടത്താൻ വേണ്ടി. അങ്ങനെ സമരം ചെയ്യുന്ന കൂട്ടത്തിൽ ഖാലിദ് എന്ന് പറയുന്ന രാജാവിന്റെ കൂടെ സൗദിക്ക് അനുകൂലമായിട്ട് ഒരു ചെറുപ്പക്കാരൻ പിന്തുണ പ്രഖ്യാപിച്ചു. ആരാ ചെറുപ്പക്കാരൻ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന സലഫി പണ്ഡിതൻ, 34 വയസ്സുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ സൗദി ഭരിക്കുന്ന രാജാവിന്റെ കൂടെ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ആർക്ക്? തുർക്കിക്കാർക്കെതിരെ. അങ്ങനെ തുർക്കിക്കാരുമായി വലിയ കലാപം നടന്നു. തുർക്കിക്കാരെ നാട് കടത്തി. കടത്തുമ്പോൾ ഒരു കരാറുണ്ട്. എന്താ കരാറ്? തുർക്കിക്കാർ പറഞ്ഞു ഞങ്ങൾ നാട് വിട്ടു പോയിക്കോളാം, പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്താ ഡിമാൻഡ്? ഹറമൈനി മക്ക മദീന 2 നാട്ടിന്റെ പണി എന്ന് പൂർത്തിയാകുന്നോ അന്ന് സൗദിയെ ഞങ്ങൾക്ക് വിട്ടുതരണം. തുർക്കിക്കാരുടെ കരാറ്. അതുകൊണ്ടാണ് ഹദീസിന്റെ കിതാബിൽ കാണാം, പാശ്ചാത്യം തുർക്കിക്കാർ ഖിയാമത്ത് നാൾ എടുക്കുമ്പോൾ കഅബാലയത്തിനെ തച്ചുപൊളിക്കും എന്ന് കിതാബുകളിൽ കാണാം. നമ്മൾ ചിന്തിക്കും, എങ്ങനെ തുർക്കിക്കാർ വരുന്നു? കരാറുണ്ട് സൗദിക്കാരോട്. ആ ഹറമൈനിയുടെ പണി പൂർത്തിയായാൽ സൗദി അറേബ്യ തുർക്കിക്കാർക്ക് വിട്ടുകൊടുക്കണം. നിങ്ങൾ കണ്ടില്ലേ, ഏകദേശം സൗദിന്റെ പണി അങ്ങ് പൂർത്തിയാവാനായി എന്ന് സൗദി രാജാവ് പ്രഖ്യാപിക്കേണ്ട താമസം കഴിഞ്ഞ ഹജ്ജ് വേളയിൽ എത്രയാളാണ് വിനയിൽ വിരിച്ചത്? ഓർമ്മയുണ്ടോ? പണി പൂർത്തിയായിട്ടില്ല, പണിയൊന്നും പൂർത്തിയായിട്ടില്ല. അങ്ങനെ ഇരിക്കട്ടെ, തുർക്കിക്കാരെ നാട് കടത്താൻ വേണ്ടി തീരുമാനിച്ച് സൗദിന്റെ കൂടെ ഖാലിദ് രാജാവിന്റെ കൂടെ ഇബ്നു അബ്ദുൽ വഹാബ് പിന്തുണ പ്രഖ്യാപിച്ചു. സൗദി വിജയിച്ചു. വിജയിച്ചപ്പോൾ കേൾക്കണം ചരിത്രം, സൗദി രാജാവ് ഈ 34 വയസ്സുള്ള ചെറുപ്പക്കാരനോട് പറഞ്ഞു, സൗദി നിങ്ങൾ ഭരിച്ചോളി, ഞാൻ നിങ്ങളെ മന്ത്രിയായിട്ട് ജീവിച്ചോളാം. ആരോട്? 34 വയസ്സുള്ള ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന സലഫി പണ്ഡിതനോട് സൗദിന്റെ രാജാവ് പറയുന്ന വാക്കാണ്, നിങ്ങൾ ഭരിച്ചോളി, ഞാൻ മന്ത്രിയായിട്ടിരിക്കാം. അപ്പോ ഈ ബുദ്ധി എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത ബുദ്ധി, ഈ ബുദ്ധിക്കാരനായ മുഹമ്മദ് അബ്ദുൽ വഹാബ് പറഞ്ഞു, അല്ല, ഭരണം നിങ്ങൾ നടത്തിക്കോളി, ഭരണം നിങ്ങൾ നടത്തിക്കോളി. ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ട അതിന്റെ അധികാരം എന്റെ കയ്യിൽ തരണോ എന്നാണ്. എങ്ങനെ? ശരീഅത്തുമായി ബന്ധപ്പെട്ട അധികാരം എന്റെ കയ്യിൽ തരണം. ഓക്കെ. അങ്ങനെ ശരീഅത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കയ്യിൽ. എപ്പോ? 1145 ഹിജ്റ. ശരീഅത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അധികാരത്തിൽ കയറി. മുത്തനബിന്റെ കാലം മുതൽ മക്കയിലും മദീനയിലും നടന്നിരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ സകല ആശയ ആദർശങ്ങളെ 1145 മുതൽ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ഭരണകൂടം തച്ച് തകർത്തു. അന്ന് മുതൽ ഇന്ന് വരെ സൗദിന്റെ ഭരണം സലഫിന്റെ കയ്യിലാ. 1145 തുടങ്ങിയതാണ്. ഇന്നും സൗദി ഭരിക്കുന്നത് വഹാബികളാണ്. നിങ്ങൾ കണ്ടില്ലേ, മദീനയിലേക്ക് പോയാൽ നമ്മൾ ഇങ്ങനെ പോയി മുത്തുനബിന്റെ ഹദ്റത്തിൽ പോയി മനസ്സിന് വേദനിക്കുന്ന മനസ്സോടെ മുത്തുനബിന്റെ മുമ്പിൽ പോയി ഒരു സെക്കൻഡ് അവിടെ നിൽക്കുമ്പോൾ കുറച്ച് മുത്തവഫമാർ, കുറച്ച് പോലീസുകാരുടെ ഇങ്ങനെ നിന്ന് ശിർക്ക് 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 എന്ന് പറയുന്നത് കാണാം. പക്ഷേ നിങ്ങൾക്കറിയണോ, അൽഹംദുലില്ലാഹി അൽഫ മറ. എന്ത്? സൗദിന്റെ ഭരണം സലഫിന്റെ കയ്യിൽ. അൽഹംദുലില്ലാഹ്. മുലാർക്കെന്താ പിരാന്താണോ? അല്ല 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 അല്ല, പിരാന്തല്ല. എന്തിനാ ഞാൻ അങ്ങനെ പറഞ്ഞറിയോ? നിങ്ങൾ നോക്കൂ, സൗദിന്റെ ഭരണം സുന്നികളെ കയ്യിലായിരുന്നുവെങ്കിൽ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, സൗദിന്റെ ഭരണം സുന്നികളെ കയ്യിലായിരുന്നുവെങ്കിൽ മദീനയിലേക്ക് എത്ര ലക്ഷം ജനങ്ങളാണ് സിയാറത്തിന് പോകുന്നത് അല്ലേ? ഹജ്ജ് വേളയിൽ 30-40 ലക്ഷം ആൾക്കാരാ പോകുന്നത്. അന്ന് സൗദിന്റെ ഭരണം ഈ സമയത്ത് സുന്നികളെ കയ്യിലായിരുന്നുവെങ്കിൽ റൗദന്റെ മണ്ണടക്കം സുന്നികൾ വാരിക്കൊണ്ടുവരുമായിരുന്നു. പക്ഷെ അള്ളാഹിന്റെ തീരുമാനം എന്താണ്? സുന്നികളെ സിയാറത്തിന് വരണം, മക്ബറ അവിടെ നിലനിർത്തണം. സുന്നികളെ കൈ കൊടുത്താൽ ബഹുമാനം കൂടി പോകും. അതുകൊണ്ട് എന്താക്കാം, കുറച്ച് സലഫികളാണ് ഇങ്ങനെ നിർത്താം, മക്ബറനെ സംരക്ഷിക്കുക, ജനങ്ങളൊക്കെ സിയാറത്തിന് വരാ. അള്ളാഹു തആല സലഫികളെ കൊണ്ട് മക്ബറ സംരക്ഷിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. കണ്ടോ നിങ്ങൾ? അൽഹംദുലില്ലാഹ്. ഓരെ കൊണ്ട് അല്ലാഹു തആല മക്ബറ റൗദനെ സംരക്ഷിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നിങ്ങൾ കേൾക്കണോ, 1145 മുതൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളെ സലഫികൾ സൗദി അറേബ്യ തച്ചു പൊളിച്ചു. നിങ്ങൾ കണ്ടില്ലേ സലഫികൾ? ഇന്ന് ഞാൻ വാട്സാപ്പിൽ മുന്നിയാന്നൊരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു ചങ്ങായി പിന്നെ ബദറിലേക്ക് പോയിട്ട്, അല്ലെ, ബദറിലേക്ക് ഒരു ചങ്ങായി പോയിട്ട് ഇങ്ങനെ മതിൽ കെട്ടിന്റെ മുകളിൽ ഇങ്ങനെ കയറിയിട്ട് ബദറൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചിട്ട്, കണ്ടോ കേരളത്തിൽ സുന്നികൾക്ക് മക്ബറ, ബദർ കണ്ടോ നിരപ്പായ ഭൂമി, എന്തെങ്കിലും ഉണ്ടോ സുന്നികൾക്ക്? കേരളത്തിൽ സുന്നികൾക്ക് മുസ്ലിംമാർക്ക് എന്ത് പറ്റി എന്ന് പറയുന്ന ഒരു ക്ലിപ്പ് 2 ദിവസം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ശരിക്കും ഈ പറയുന്ന വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം, സാധാരണക്കാരും ചിന്തിക്കണം. കിതാബ് കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. സലഫികളെ കോട്ടയിൽ പോയിട്ട് ഈ കിതാബ് ഞാൻ കൈ പിടിച്ച് വെല്ലുവിളിച്ചിട്ടുണ്ട്. ഒരക്ഷരം ഉണ്ടാൻ ഒരു സലഫിക്ക് കഴിഞ്ഞിട്ടില്ല. എന്താണ് ഇത് പറയുന്നത്? സലഫികൾ പറയും, ഓ ഉള്ളാളത്ത് ധാരം, ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദുനാ മുർഷിദുനാ താഹിർ തങ്ങളുടെ വലിയ മക്ബറ, അല്ലാഹുവിന്റെ പൊരുത്തം നമുക്ക് തിരുമാറാകട്ടെ. ഇങ്ങനെ എല്ലാ സ്ഥലത്തും ധാരം താജുലുലമാന്റെ മക്ബറ കെട്ടിപ്പോക്കി. അങ്ങനെ നെല്ലിക്കുന്നിലും തലങ്കരയിലും കുമ്പൂരിലും എല്ലാം വലിയ 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 മക്ബറ. ഈ കേരളക്കാരങ്ങ് സമസ്തക്കാർക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? നിങ്ങൾ മദീനയിൽ പോയിട്ടില്ലേ? ജന്നത്തുൽ ബഖീൽ പോയിട്ടില്ലേ? ജന്നത്തുൽ ബഖീൽ ഒരൊറ്റ മക്ബറയുണ്ടോ? ഇല്ല. പിന്നെ കേരളക്കാർക്ക് എവിടെ നിന്ന് കിട്ടി? എന്നാൽ നിങ്ങൾ കേൾക്കണോ, ഈ കിതാബിന്റെ പേരാണ് അൽ ബദീഉൽ ഖർഖദ് എന്ന് പറയുന്ന കിതാബ്. ഇത് സൗദിയിൽ പോയാൽ വാങ്ങാൻ കിട്ടുന്ന കിതാബാണ്. എന്താ ഈ കിതാബിൽ പറയുന്നത്? 1145 മുതൽക്ക് വഹാബികൾ ഭരണത്തിൽ കയറി. ആ കയറി 1150 മുതൽ 1350 വരെ, അഥവാ 200 കൊല്ലം കൊണ്ട് ജന്നത്തുൽ ബഖീന്റെ മക്ബറ പച്ച പൊളിച്ച് നിരപ്പാക്കി. കണ്ടോ നിങ്ങൾ? ഈ കാണുന്ന ഫോട്ടോ നിങ്ങൾ ശരിക്കും നോക്കണം. ജന്നത്തുൽ ബഖീലുള്ള മക്ബറകളും കുബ്ബകളും കാണുന്നത്. ആയിരക്കണക്കിന് മഹാന്മാരെ മക്ബറ, കുബ്ബ, ഉസ്മാൻ ഇബ്നു മദ്ഊന്റെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ, നിരവധി മഹാന്മാരുടെ കുബ്ബന്റെ ഫോട്ടോ അടക്കം കാണാം ഇവിടെ. വലിയ ചാരം ജന്നത്തുൽ ബഖീന്റെ ഉള്ളിൽ. അങ്ങനെയൊക്കെ 200 കൊല്ലം കൊണ്ട് തച്ച് പൊളിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ഇപ്പോൾ പരിഷ്കരിച്ച പുതിയ ആ ജന്നത്തുൽ ബഖീ കണ്ടോ, ഒരു നിരപ്പായ സ്ഥലം മാത്രമേ കാണുന്നുള്ളൂ. ഫോട്ടോ അടക്കം ഈ കിതാബിലുണ്ട്. അൽ ബദീഉൽ ഖർഖദ് എന്ന കിതാബിന്റെ പേര്. സലഫികൾ 200 കൊല്ലം കൊണ്ട് ജന്നത്തുൽ ബഖീലെ സകല മക്ബറകളും തച്ച് പൊളിച്ചു.
എന്നിട്ട് ഇപ്പൊ പറഞ്ഞിട്ട് നമ്മളെ സുന്നികളെ വിഡ്ഢികളാക്കുകയാ. എന്ത്? ഓ ജന്നത്തുൽ ബഖീൽ മക്ബറയില്ല, ഈ കേരളക്കാർക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? എവിടെയും മക്ബറയില്ല, മക്കത്തുല്ല മദീനത്തുല്ല. ഓക്കെ താച്ച് പൊളിച്ചിട്ട കള്ളന്മാരി വാദം ഉന്നയിക്കുന്നത്. അൽഹംദുലില്ലാ. പക്ഷേ ഓരൻ എന്ത് ചെയ്തെന്നറിയോ? തച്ച് പൊളിച്ച ബഹുമാനം പഴയ മക്ബറിന്റെ ഫോട്ടോവും നിരപ്പാക്കിയ ഫോട്ടോ രണ്ടും വെച്ച് കിതാബ് സെൽഫിനെ കിതാബ് നമ്മളെ കയ്യിൽ കിട്ടിയപ്പോൾ അൽഹംദുലില്ലാ. അല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ? ജന്നത്തുൽ ബഖീൽ മക്ബറ ഇല്ലാന്നല്ലേ വിചാരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കറിയണോ, പണ്ടൊരു പോലീസുകാരൻ വന്ന് പേർക്ക് വന്നിട്ട് നോക്കുമ്പോൾ ഉപ്പാനെ തേടിയിട്ട് വന്നതാ. ഉപ്പടുത്ത് മോനോട് മോൻ പറഞ്ഞു ഉപ്പ എവിടെയില്ല, കോഴിക്കൂട്ടിലില്ല എന്ന് പറഞ്ഞു. കോഴിക്കോടല്ല, കോഴിക്കോട്. അപ്പൊ പോലീസുകാരൻ സംഗതി പിടുത്തം കിട്ടിയില്ലേ, നമുക്ക് ഉപ്പ കോഴിക്കൂട്ടിലുണ്ട് എന്നതുപോലെ ജന്നത്തുൽ ബഖീൽ പോയവർക്കറിയാം ജന്നത്തുൽ ബഖീൽ സുബൈക്ക് ആ ഗേറ്റ് തുറക്കും. അല്ലെ? ആ ഗേറ്റ് തുറത്തി ഇങ്ങനെ പോയി ഇങ്ങനെ സിയാറത്തിന് പോകുമ്പോൾ ചില കബറിനകത്ത് മാത്രം ചില മുത്തവഫമാര് പോലീസുകാർ ആടിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒന്നുമില്ല, ഇത് സിർക്ക് അത് സിർക്ക് ഇത് സിർക്ക് എന്ന് പറയുന്ന സംഗതി എന്താ? അങ്ങനെ പോലീസ് നിൽക്കുന്ന എല്ലാ സ്ഥലത്തും നിൽക്കണ്ടേ? ഈ കുറച്ച് സ്ഥലത്ത് മാത്രം എന്താ നിൽക്കുന്നത്? ആ നിൽക്കുന്ന സ്ഥലത്ത് തച്ച് പൊളിച്ച അടയാളം കാണുന്നുണ്ട്. മഹാന്മാര് മക്ബറയായിരുന്നു അവിടെ. ആ തച്ച് പൊളിച്ച ആ മക്ബറിന്റെ സ്ഥലത്താണ് ഇവർ നിന്നിട്ട് ഒന്നുമില്ല ഉപ്പ കോഴിക്കൂട്ടിലില്ല എന്ന് പറയുന്ന സംഗതി എന്താ? അവിടെ ഉള്ളത് മഹാനാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവർ മക്ബറകൾ തച്ചു പൊളിച്ച് 200 കൊല്ലം കൊണ്ട് ജന്നത്തുൽ ബഖീൽ നിരപ്പാക്കി. എന്നിട്ടോ ഇനി നിങ്ങൾ നോക്കൂ, ഇതേതാ സാധനം? അൽ ജവാഹിറു സമീന ഫി മഹാസിനിൽ മദീന. ഇത് വാങ്ങാൻ കിട്ടൂല, ഈ കിതാബ് വാങ്ങാൻ കിട്ടുന്നില്ല. കാരണം സൗദി അറേബ്യയിൽ ഇപ്പോൾ മംനു ആണ്. എന്തുകൊണ്ട്? ഇത് ഈ കിതാബ് കൈ കിട്ടിയാൽ സലഫികൾ സകല കള്ളത്തരങ്ങൾ പുറത്താക്കുന്നുണ്ട്. പുറത്താക്കാൻ വേണ്ടി ഞാൻ പോവാണ്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, 5 മിനിറ്റ് മാത്രം ഞാൻ വായിക്കാൻ, കൂടുതൽ വായിക്കുന്നില്ല. ഇപ്പോൾ സലഫികൾ പറയും എന്താണ്? കേരളത്തിൽ മാത്രം മൗലൂദ്, കേരളത്തിൽ ബദരീങ്ങളാണ്ട്, കേരളത്തിൽ റാത്തീബ്, കേരള ശൈഖ് ജീലാനി തങ്ങളുടെ അനുസ്മരണം, റിഫായി തങ്ങളുടെ മൗലൂദ്, കേരളത്തിൽ ബറാത്ത്, കേരളത്തിൽ റജബ് 27, അതുപോലെ തന്നെ റമദാനിൽ കൂട്ടുപ്രാർത്ഥന. ഇത് കേരളത്തിൽ മാത്രം. മക്കത്ത് നല്ല തീരെ വന്നേ, മദീനത്തല്ല തീരെ വന്നേ, ഇത് മദീനത്തുണ്ടാ? നമ്മളെ കാസർഗോഡ് സലഫി ചോദിക്കുന്നത് എന്താ? നിങ്ങൾ കേൾക്കണോ? ഈ കിതാബിൽ പറയുന്നത് 1145 സലഫി ഭരണത്തിൽ കയറിയത്. എന്നാൽ ആ സലഫി ഭരണത്തിൽ കയറിയതിന്റെ ശേഷമാണ് ഇതൊക്കെ ഇല്ലാതെയായത്. അതിന് മുമ്പ് മദീനത്തെ പള്ളിയിൽ നബിദിനുണ്ട്, റാത്തീബുണ്ട്, ഉദ്ബിയത്തുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ വായിക്കാൻ വേണ്ടി പോവാ, നിങ്ങൾ കേട്ടോക്കൂ. അതാ ഓരോന്ന് ഇങ്ങനെ പേരിട്ട് 2-3 മാസം വായിക്കാം. എല്ലാ മാസം വായിക്കുമ്പോൾ 12 മാസം വായിക്കുമ്പോൾ നേരം കൊടുക്കും. 2-3 മാസം വായിക്കാം. ഷഹ്റു റബീഉൽ അവ്വൽ, മഹാനായ മുഹമ്മദ് ബിൻ കിബരീത്ത് തങ്ങളുടെ കിതാബാണ് അൽ ജവാഹിറു സമീന ഫി മഹാസിനിൽ മദീന. ഈ കിതാബിൽ പറയുന്നത് ഷഹ്റു റബീഉൽ അവ്വൽ, മദീനയിൽ നടന്ന ഈ വഹാബിസം വരുന്നതിന് മുമ്പ് മദീനയിൽ ഉണ്ടായത് റബീഉൽ അവ്വൽ മാസത്തിൽ ഫി അവ്വലി ലൈലത്തി ജുമഅത്തി മിൻഹു, റബീഉൽ അവ്വൽ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി മദീനത്തെ പള്ളിയിൽ ഉണ്ടായത്. റബീഉൽ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി യകൂനു മൗലിദ് അശ്ശൈഖ് അഹ്മദുൽ ബദവി, അഖ്താബികളിൽപ്പെട്ട അഹ്മദുൽ ബദവി തങ്ങളുടെ മൗലൂദ് റബീഉൽ അവ്വൽ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച സലഫികൾ വരുന്നതിന് മുമ്പുണ്ടായി. ഇബ്നു അബ്ദുൽ വഹാബിന്റെ ഭരണത്തിന്റെ മുമ്പുണ്ടായി. എന്നിട്ടോ വഫി ലൈലത്തി സാനിയത്തി അശറ, റബീഉൽ അവ്വൽ 12 രാത്രി യകൂനു മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനത്തെ പള്ളിയിൽ മുത്തനബിന്റെ മൗലൂദ് റബീഉൽ അവ്വൽ 12 രാത്രി ഉണ്ടായിരുന്നു. എന്നിട്ടോ ആ മൗലൂദിന്റെ ബഹുമാനം പറയാണ് 2 പേജുകൾ റബീഉൽ അവ്വൽ മൗലൂദ്. അത് വായിക്കാൻ സമയമില്ലാത്തത് ഞാൻ വായിക്കുന്നില്ല. ഇനി റബീഉൽ ആഖിറിലേക്ക് വരട്ടെ. റബീഉൽ 2 പരിപാടി, മദീനയിൽ 2 പരിപാടി. നമ്മുടെ നാട്ടിൽ ഒന്നേ ഉള്ളൂ, എന്ത്? മൗലൂദ് മാത്രം, വേറൊന്നുമില്ല. റബീഉൽ അവ്വൽ മദീനത്തിൽ 2 പരിപാടി. ഇനി റബീഉൽ ആഖിറിലോ? റബീഉൽ ആഖിറിൽ وفي الليلة الثانية عشرة ربيع الآخر 12 രാത്രി മൗലിദ് അസ്സയ്യിദത്തി ഫാത്തിമത്തി സഹ്റാ, ഫാത്തിമത്തു സഹ്റാ ബീവിന്റെ മൗലൂദ്. എവിടെ? മദീനത്തെ പള്ളിയിൽ. എന്നിട്ടോ വലൗമി സാനി അശറ മിൻഹു, റബീഉൽ ആഖിർ 12 പകൽ മൗലിദ് അശ്ശൈഖ് അബ്ദുൽ ഖാദിർ കൈലാനി, ശൈഖ് ജീലാനി തങ്ങളുടെ മൗലൂദ്. എവിടെ? മദീനത്തെ പള്ളിയിൽ. എപ്പോ? റബീഉൽ ആഖിർ 12 പകൽ, റബീഉൽ ആഖിർ 12 പകൽ ജീലാനി തങ്ങളുടെ മൗലൂദ് മദീനത്തെ പള്ളിയിൽ. ഇനി കേട്ടോ നിങ്ങൾ, വഫി ഹാദാ ശഹരി, ഈ റബീഉൽ ആഖിർ മാസത്തിലും വല്ലദീ ഖബ്ലഹു, ഇതിന്റെ മുമ്പുണ്ടായ റബീഉൽ അവ്വൽ മാസത്തിലും തകൂനു ഉഖൂദുൽ അൻഖിഹതി ഫിൽ മദീനത്തി ശരീഫ, അന്ന് മദീനയിൽ കൂടുതൽ കല്യാണം നടന്ന മാസം റബീഉൽ അവ്വൽ റബീഉൽ ആഖിർ മാസത്തിലായിരുന്നു മദീനയിൽ കൂടുതൽ കല്യാണം നടക്കുന്നത്, ഈ 2 മഹാന്മാരെ ബഹുമാനിച്ചിട്ട്. ഇങ്ങനെ 12 മാസങ്ങളിലും മദീനത്തെ പള്ളിയിൽ വലിയ വലിയ മൗലീദുകളും അതുപോലെ തന്നെ വലിയ വലിയ പരിപാടികൾ ഉണ്ടായിരുന്നു. മാത്രമല്ല മറ്റൊന്ന് ബറാത്തല്ലേ വരാൻ വേണ്ടി പോന്നെ, അതൊന്നും ബറാത്തൊന്ന് മാത്രം വായിക്കട്ടെ. റജബ് 27 കഴിഞ്ഞല്ലോ. ബറാത്ത്, സുബ്ഹാന ജല്ല ജലാലുഹു, ബറാത്തിന്റെ രാത്രി മദീനത്തെ പള്ളിയിൽ അതാ വലിയ സംഗമം ഒരുമിച്ച് കൂടുകയാണ്. ജംഇയ്യത്തുൻ അദീമ, വലിയ സംഗമം. എപ്പോ? ബറാത്തിന്റെ രാത്രി. എന്നിട്ടോ വയുഹി ആദിഹിൽ ലൈല, ബറാത്തിന്റെ രാത്രിയെ മദീനയിലെ അവർ നേരം വെളുക്കുന്നവരെ ആയാതാക്കുന്നു. ബിദ്ദിക്രി വബി അൻവാഇൽ ഇബാദാതി, നേരം വെളുക്കുന്നവരെ മദീനക്കാർ ബറാത്തിന്റെ രാത്രി ഉറങ്ങാറില്ല, ദിക്ർ ചൊല്ലുകയാണ്, ഖുർആൻ ഓതുകയാണ്, മറ്റു പല നിലക്കുള്ള ദിക്റുകൾ ചൊല്ലുകയാണ്. നേരം വെളുക്കുന്നവരെ ബറാത്തിന്റെ രാത്രി മദീനക്കാർ ഉറങ്ങിയിരുന്നില്ല. നമ്മുടെ നാട്ടിലെ സലഫി ബറാത്തിന് 8 മണിക്ക് കിടന്നുറങ്ങാണ്. എന്നിട്ടോ പറയും മക്കത്തില്ല മദീനത്തില്ല. അതിന്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ റജബ് മാസം ഒന്ന് വിട്ടു എന്ന് വായിക്കട്ടെ. റജബ് മാസത്തിൽ മദീനത്തിൽ ഉറൂസ് നടന്നിരുന്നു, അതുകൊണ്ട് പറയാം. മദീനത്ത് ഉറൂസ റജബ് മാസത്തിൽ, അതൊന്ന് വായിക്കട്ടെ. അതെന്താണ്? വഫിൽ ലൈലത്തി സാനിയത്തി അശറ, റജബ് മാസം 12 യകൂനു സിയാറത്തു സയ്യിദി ഹംസ, ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു സിയാറത്ത്. എപ്പോ? റജബ് 12 രാത്രി. ഓഹിയ, ആ സിയാറത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നത് ജംഇയ്യത്തുൻ അദീമത്തുൻ മഅദൂദത്തുൻ മശ്ഹൂറ, അത്രയും പേരെ ജനസാഗരങ്ങൾ മദീനത്ത് ഒരുമിച്ച് കൂടാറില്ല. റജബ് മാസം 12 രാത്രി ഹംസ റളിയല്ലാഹു അൻഹു ഉറൂസാണ്. എന്നിട്ടോ മദീനക്കാർ മുഴുവനും ഉഹദിൽ ഒരുമിച്ച് കൂടി. എന്നിട്ട് കേൾക്കണോ നിങ്ങൾ, ഞാൻ വായിക്കുന്ന ഇബാറത്ത് നിങ്ങൾ കേട്ടോ കേട്ടോ. അങ്ങനെ മദീനത്ത് ഹംസ റളിയല്ലാഹു അൻഹു ഉറൂസ് ഇവിടെ ഉഹദിൽ വെച്ചിട്ട് എത്ര ജനങ്ങളാണ് ഒരുമിച്ച് കൂടുന്നത്. അങ്ങനെ ജനങ്ങൾ രാത്രി നേരം വെളുക്കുന്നവരെ ഒരുമിച്ച് കൂടുമ്പോൾ വയകൂനു ഹുനാക സൂഖുൻ ലതീഫ്,
നമ്മുടെ നാട്ടിൽ ഉറൂസ് നടക്കുമ്പോൾ ഒരു ഭാഗത്ത് അലുവ കച്ചവടം, ഒരു ഭാഗത്ത് മുട്ടായി, ഒരു ഭാഗത്ത് ബുക്ക്, ഒരു ഭാഗത്ത് ഐസ്ക്രീം എന്നൊക്കെ കാണാം. ഹംസ റളിയല്ലാഹു അൻഹു ഉറൂസിന്റെ മദീനയിൽ ചെറിയ ചെറിയ പെട്ടിക്കടകൾ ഉണ്ടായിരുന്നു. സുബ്ഹാന ജല്ല ജലാലുഹു. മദീനത്ത് ഉറൂസ് മാത്രമല്ല, നമ്മുടെ ഉറൂസിന്റെ ചന്തക്കടക്കം തെളിവുകളായി ഇമാം പറയുന്നത്. അതുകൊണ്ട് ഈ കിതാബ് ഇന്ന് സൗദി അറേബ്യയിൽ മംനുവാണ്, വിലക്കാണ്, പാടില്ല. കാരണം അവർ ചങ്കറക്കുന്ന വിഷയത്തിൽ പറയുന്നത്. അപ്പൊ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ഭരണത്തിന് മുമ്പ് എല്ലാം മദീനയിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് നോക്കൂ നിങ്ങൾ, റമദാൻ 27 ആയാലോ മദീനത്തെ പള്ളിയിൽ കൂട്ടുപ്രാർത്ഥന നമ്മുടെ നാട്ടിൽ നടക്കാറില്ലേ? 27 സുബ്ഹാനല്ലാഹ്. ഇവിടെ പറയാണ് 2 തറാവി മദീനത്തെ പള്ളിയിൽ നടക്കുന്നു. ഒന്ന് ഹനഫികൾക്കുള്ളത്, പിന്നെ ഒന്ന് ഷാഫികൾക്കുള്ളത്. രണ്ടും ഖത്തം ഓതിയിട്ടാണ്. അങ്ങനെ ഖത്തം ഓതിയിട്ട് നിസ്കരിക്കുന്ന തറാവി, ആ തറാവി 27 ഷാഫികളെ ഖത്തം അന്നേക്ക് തീരുന്നു. അന്ന് തറാവി കഴിഞ്ഞിട്ട് ഖത്തം ഭയങ്കര നേരം വെളുക്കുന്നവരെ കൂട്ടുപ്രാർത്ഥന, അത്താഴം വെച്ചിട്ട് സ്വയം നിസ്കരിച്ചിട്ട് ആ മടങ്ങല്. 29 ഹനഫികൾക്കുള്ള കൂട്ടുപ്രാർത്ഥന, അന്നും നേരം വിളിക്കുന്നത് വരെ മദീനത്തെ പള്ളിയിൽ കൂട്ടുപ്രാർത്ഥന. നമ്മുടെ നാട്ടിൽ 27 സലഫി മഗ്‌രിബിനെ പള്ളി പൂട്ടിട്ട് പോയി അല്ലേ? സുബ്ഹാന ജല്ല ജലാലുഹു. മദീനത്ത് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ഭരണത്തിന്റെ മുമ്പ് അൽ ജവാഹിറു സമീന ഫി മഹാസിൻ മദീന മുഹമ്മദ് ബിൻ കിബീർ തങ്ങൾ കിതാബിൽ എഴുതി വെക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലഫി പണ്ഡിതൻ വരലോടുകൂടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളെ സൗദിയിൽ തച്ചുടച്ചെന്ന് മാത്രമല്ല, എന്തൊക്കെ ചെയ്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്. ഈ ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന പണ്ഡിതൻ അന്നഹു ഖതല മുഅദ്ദിനൻ സ്വാലിഹൻ ദാ സൗത്തിൻ ഹസനിൻ, സൗദിയുടെ തലസ്ഥാനമായ നജ്ദിൽ വെച്ചിട്ട് ഒരു സ്വാലിഹായ ബിലാൽ റളിയല്ലാഹുവിന്റെ പരമ്പരയിൽപ്പെട്ട ഒരു മുഅദ്ദിനായ മുക്രിക്കനെ കഴുത്ത് വെട്ടി കൊന്നുകളഞ്ഞു ഇബ്നു അബ്ദുൽ വഹാബ്. എന്താ സംഗതി? ആ മുക്രിക്ക് ബാങ്ക് കൊടുക്കും. ബാങ്ക് കൊടുത്തിട്ട് ബാങ്ക് തീർന്നാൽ മിമ്പറിന്റെ മിനാരത്തിൽ വെച്ചും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വറക്ക സലാത്തിലും ഈ സലാത്ത് നിർത്താൻ വേണ്ടി പറഞ്ഞു ഇബ്നു അബ്ദുൽ വഹാബ്. മുക്രിക്ക നിർത്തിയില്ല. യശാഇന്റെ ജമാഅത്ത് കഴിഞ്ഞ് വരുമ്പോ വൈക്ക് ഒളിച്ചിരുന്ന് ചങ്ക് വെട്ടിക്കളഞ്ഞു പണ്ഡിതന്റെ. അഹ്മദ് സൈനി ദഖലാൻ തന്റെ ഫിത്രത്തുൽ വഹാബിയ എന്ന കിതാബിൽ ചരിത്രം എഴുതി വെച്ചത് കാണാം. ഇനി കണ്ടോ ഈ ഇബ്നു അബ്ദുൽ വഹാബിന്റെ വാദം എന്താ പറയുന്നത്? ഇന്ന റബാബത ഫീ ബൈത്തിൽ ഖാതിയത്തി അഖല്ലു ഇസ്മൻ മിമ്മ യുനാദി ബിസ്വലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചങ്ങായി പറയാണ് മുത്തുനബിന്റെ മേൽ സലാത്തിന് ഒരാൾ അവിടെ ഇരിക്കുന്നു. ഇബ്നു അബ്ദുൽ വഹാബിന്റെ വാദം, സലഫികളെ ഈ ഒരേ ഇരട്ട താപ്പുകളെ ഞാൻ ഇത് പറയുന്നത്. ആ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആശയങ്ങൾ നോക്കൂ. ഒരു സലാത്തിൽ മനുഷ്യൻ അവിടെ ഇരിക്കുകയാണ്, ഇപ്പുറം ഒരു വ്യഭിചാരിയായ പെണ്ണിരിക്കുകയാണ്. ഒരാളെ കുട്ടി ദുആ ചെയ്തിട്ടില്ല. പിൻ തലമുറ ഈ നജ്ദിനെ കുറിച്ച് അറിയാതിരിക്കാൻ വേണ്ടി ഈ ചങ്ങായി എടുത്ത പണിയാണ് നജ്ദിന്റെ പേര് മാറ്റിയിട്ട് റിയാദ് എന്നാക്കി മാറ്റി. ഇപ്പൊ സൗദിന്റെ തലസ്ഥാനമാണ് റിയാദ് എന്ന് പറയുന്ന സ്ഥലം. അത് പണ്ടത്തെ നജ്ദാണ്. ഇപ്പൊ സൗദിയൊക്കെ പറയാൻ നജ്ദ് എവിടെ അമ്മോ അറിയില്ല എന്ന് പറയും. ചങ്ങാതി പേര് മാറ്റിയതാ. എന്തിന്? മുത്തുനബി ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാത്ത നാടാണ് നജ്ദ്. ആ നജ്ദിലാണ് ഇബ്നു അബ്ദുൽ വഹാബ് ജനിച്ചത്. അതുകൊണ്ട് പിൻക ജനങ്ങൾക്ക് അറിയാതിരിക്കാൻ വേണ്ടി പേരടക്കം മാറ്റി റിയാദ് എന്നാക്കി മാറ്റി. താരീഖ് മംലക്കത്തു സഊദി എന്ന കിതാബിൽ ചരിത്രം എഴുതി വെച്ചത് കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വഹാബിസം കേരളത്തിലേക്ക് 1921 അതാ കടന്നു വന്നു. അതിനോട് സന്ധിയില്ല സമരവുമായി 1924 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടു. എന്തിനാണോ സമസ്ത രൂപീകരിക്കപ്പെട്ടത്? അതേ ആശയത്തിൽ അടിയുറച്ചുകൊണ്ട് ഇന്നും ആ സമസ്ത മഹാനായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെ നേതൃത്വത്തിൽ, മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ സുബ്ഹാനല്ലാഹ് മുമ്പോട്ട് തന്നെയാണ്. അതാണ് ഇന്ന് രാവിലെ മുതൽ ഇതുവരെ നമ്മുടെ ഉലമ ഇവിടെ വിശദീകരിച്ചത്. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പൊ ചില ആൾക്കാർ പറയും പേരോട് സുന്നത്ത് ജമാഅത്തില്ല എന്നൊക്കെ പറയുന്നവരുണ്ടാകും. ഞാൻ എന്റെ മുത്തഅല്ലിമീങ്ങൾ ഒറ്റ കാര്യം പറയട്ടെ, നിങ്ങൾ ഏതെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പ്രസംഗം കേട്ടിട്ട് ഉസ്താദുമാരെ തെറ്റിദ്ധരിച്ചു പോകരുത്. നാവിന് നല്ല ചാലുണ്ടാകും, സംസാരിക്കാൻ എത്രയും കഴിവുണ്ടാകും, തടിക്ക് നല്ല ആഫിയത്ത് ഉണ്ടാകും. കുരുത്തക്കേട് വളരെ വലുതാണ്. വളരെ ജാഗ്രത പാലിക്കണം. 80,000 കൊല്ലം മലക്കുകളുടെ ഇടയിൽ താമസിച്ചിട്ട് ആകാശഭൂമിയിൽ സുജൂദ് ചെയ്യാത്ത ഒരൊറ്റ സ്ഥലവും ബാക്കിയില്ല. 80,000 കൊല്ലം മലക്കുകളിൽ ജീവിച്ചു. 30,000 കൊല്ലം മലക്കൾക്ക് ക്ലാസ് എടുത്തിട്ട് ജിബ്രീലിന്റെ അടക്കം ഉസ്താദായി ജീവിച്ചു. ആര്? പകയൻ ഇബ്ലീസ്. എന്നാൽ മലക്കുൽ അമീൻ, മലക്ക് ജിബ്രീൽ, മലക്ക് ഇസ്രാഫീൽ, മലക്ക് മീകായിൽ, മലക്ക് അസ്രായീൽ, പകയൻ ഇബ്ലീസ്. ശിഷ്യന്മാരെ പേരേക്കും അലൈഹിസ്സലാം, ഉസ്താദിന്റെ പേരേക്കും ലഅനത്തുല്ലാഹി അലൈഹി. അല്ലേ? എന്ത് പറ്റി? കുരുത്തക്കേട് പറ്റിയതാണ്. അതുകൊണ്ട് വളരെ ജാഗ്രത പാലിക്കണം. ഉസ്താദുമാരെ പിന്നെ 2 നേരം കൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം. അല്ലാതെ കിതാബിന്റെ ഉദ്ധരണി കണ്ടു നിന്നിട്ട് എനിക്ക് വായിക്കാൻ അറിയും, അർത്ഥം വെക്കാൻ അറിയും എന്ന് പറഞ്ഞ് ആരും അതിന്റെ പിന്നാലെ ഓടിയാൽ അവസാനം സൂഉൽ ആഖിബത്ത്, മോശമായി ചത്തുപോകേണ്ട ഗതികേട് വരും. അല്ലാഹു നമ്മളെ സലാമത്താക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ആദർശം പഠിക്കാൻ വേണ്ടി സബീലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ പാത ഏതാണ് അത് പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ്. മഹാനായ സയ്യിദ് താഹിറുൽ ഹദ് തങ്ങൾ ചാരത്ത് വന്ന ഞങ്ങളെ ആരും നീ കൈവടിയല്ലേ അല്ലാഹ്. മഹാനായ തങ്ങൾ ഉസ്താദിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ, നേരത്തെ പങ്കെടുത്ത സാദാത്തുകൾ ഉലമാഇന്റെ ബർക്കത്ത് കൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ, തങ്ങൾ ഉസ്താദിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ ഞങ്ങളെ എല്ലാവരെയും മഹാന്മാരെ മുഹിബ്ബീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് സുന്നിയായി ജീവിച്ച് അവസാനം ഈമാനോടെ മരിക്കുന്ന സജ്ജനങ്ങൾ ഉൾപ്പെടുത്തണം റഹ്മാനേ. അല്ലാഹ്, പാവപ്പെട്ട ഞങ്ങളെ ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബിനെ ശുദ്ധിയാക്കി തരണം റഹ്മാനേ. ഖൽബിന്റെ എല്ലാ കറകളും നീ നീക്കണേ അല്ലാഹ്.
വിനയവും സൽസ്വഭാവവും ഞങ്ങൾക്ക് തരണം റഹ്മാനേ. അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾ എത്രയാണ് ഞങ്ങൾക്ക് പേടിയാകുന്നു. ഒന്ന് മുഅ്മിനീങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം, നല്ല റാഹത്തോടെ ആമീൻ പറയണം. അല്ലാഹ് ഞങ്ങളെ ഖൽബിനെ ശുദ്ധിയാക്കണം റഹ്മാനേ. ഈ സ്ഥാപനത്തിൽ ഒരുമിച്ച് കൂടിയവർ, ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കുന്നവർ, GCC രാജ്യങ്ങളിൽ ഓടി നടക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ, എല്ലാവർക്കും നീ ഖൈർ നൽകണം റഹ്മാനേ, സന്തോഷം നൽകണേ റഹ്മാനേ, ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ആർക്കും നീ ബേജാറ് തരല്ല റഹ്മാനേ, പ്രയാസം തരല്ല അല്ലാ, ബുദ്ധിമുട്ട് തരല്ല അല്ലാ. ഞങ്ങൾ ആരെയും ഒരു കുടുക്കിലും നീ കുടുക്കിക്കടയല്ല റഹ്മാനേ. സിഹറും കണ്ണേറും ബാത്തിലാക്കണേ അല്ലാ. പൈശാചിക ഇടങ്ങേരിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനേ. കടങ്ങളിൽ നിന്ന് കരകയറ്റണം അല്ലാ. കടത്തിൽ നിന്ന് സലാമത്താക്കണം റഹ്മാനേ. കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികൾക്ക് ഖൈറായ പുതിയ പണമാരെ നൽകണം റഹ്മാനേ. മക്കളില്ലാത്തവർക്ക് തങ്ങൾ ഉസ്താദിന്റെ ഹദ്റത്തിൽ ചോദിക്കുന്ന മക്കളെ കൊടുക്കണം റഹ്മാനേ. ഗർഭിണികളാകുന്ന സ്ത്രീകൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെ നല്ല മക്കളാക്കണം റഹ്മാനേ. അഹ്ലുസുന്നയുടെ മക്കളാക്കണേ അല്ലാ. അർഹമർ റഹീമായ റബ്ബേ, വീടില്ലാത്തവർക്ക് വീട് നൽകണം റഹ്മാനേ. വീടിന്റെ പണി തുടങ്ങിയവരുണ്ട്, പൂർത്തിയാക്കണേ അല്ലാ. ഏതെല്ലാം രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ, ക്യാൻസർ ഉള്ളവർ, ട്യൂമർ ഉള്ളവർ, ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവർ, കിഡ്നി ഫെയിൽഡ് ആയവർ, മൂത്രാശയത്തിലും വിത്തകോശത്തിലും കിഡ്നിയിലും കല്ലുള്ളവർ, ഷുഗർ പ്രഷർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ശരീരമാസകലം വേദനയുള്ളവർ, എന്തെല്ലാം പനികളെ കൊണ്ട് വിഷമിക്കുന്നവർ, ഡോക്ടർമാർക്ക് പിടുത്തം കിട്ടാത്ത വലിയ വലിയ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ, തങ്ങൾ ഉസ്താദിന്റെ ഹദ്റത്തിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, നീ പൂർണ്ണമായ ശിഫ നൽകണം റഹ്മാനേ. ഞങ്ങളിലോ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിലോ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവരിലോ വല്ല രോഗമുണ്ടെങ്കിൽ നീ മാറ്റണം റഹ്മാനേ. ഏത് രോഗമാണെങ്കിലും നീ മാറ്റണേ അല്ലാ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾക്കും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന, സഹായിക്കുന്ന, അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന, ഓടി നടക്കുന്ന എല്ലാവർക്കും നിന്റെ താഴത്തിലായി ദീർഘായുസ് നൽകണം റഹ്മാനേ. ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിലായി, നിന്റെ താഴത്തിലായി ആയുസ് നീട്ടിത്തരണം റഹ്മാനേ. മഹാനായ റഈസുൽ ഉലമാ, സുൽത്താനുൽ ഉലമാ, കൻസുൽ ഉലമാ, അതുപോലെ ഞങ്ങളെ എല്ലാ പണ്ഡിതന്മാരും, താജുൽ ശരിഅ അലി കുഞ്ഞി ഉസ്താദ്, ഖലീൽ ബുഖാരി തങ്ങൾ പൊന്മൾ ഉസ്താദ് അടക്കമുള്ള ഞങ്ങളെ എല്ലാ പണ്ഡിതന്മാർക്കും നീ ആഫിയത്ത് കൂട്ടി കൊടുക്കണം റഹ്മാനേ. ദീർഘായുസ് നൽകണേ അല്ലാ. അവരെ തണൽ ദീർഘകാലം നമുക്ക് നൽകണം റഹ്മാനേ. നമ്മുടെ ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന നിരവധി ഉസ്താദുമാർ, എല്ലാവർക്കും നീ ഖൈറും സന്തോഷവും നൽകണേ റഹ്മാനേ. അല്ലാ, ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയവർ, ഈ സ്ഥാപനത്തിന് വേണ്ടി ഓടി നടന്നിരുന്ന ഇസുദ്ദീൻ സഖാഫി ഉസ്താദ് ഈ താഴ്ത്തങ്ങളെ ചാരത്ത് കിടക്കുകയാണ്. ആലമ്പാടി ഉസ്താദ്, പയോട്ടങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. നിരവധി നിരവധി മഹാന്മാർ, അല്ലാ ഉറക്കെ ദറജ ഉയർത്തണം റഹ്മാനേ. അവരിൽ സന്തോഷം നൽകണേ റഹ്മാനേ. തങ്ങൾ ഉസ്താദിന് വലിയ ബഹുമാനം നീ ഉയർത്തി കൊടുക്കണം റഹ്മാനേ. ഈ തങ്ങൾ ഉസ്താദിന് ഹളറത്ത് ഇവിടത്തേക്ക് പ്രശ്നങ്ങളുമായി വരുന്നവർക്ക് എല്ലാത്തിനും പരിഹാരമുള്ള വലിയൊരു കറാമത്തിന്റെ കേന്ദ്രമായി നീ മാറ്റണം റഹ്മാനേ. അല്ലാഹ് അവിടുത്തെ പദവി ഉയർത്തി കൊടുക്കണം റഹ്മാനേ. അവിടുത്തെ ചെരുപ്പെടുക്കുന്ന ഖാദിമീങ്ങളായി ജീവിച്ചു മരിക്കാൻ ഞങ്ങൾ റഹ്മാനേ, ഞങ്ങളുടെ ഉപ്പമാര്, ഉമ്മമാര്, കുടുംബക്കാര്, സ്നേഹിതന്മാര്, ചങ്ങാതിമാര്, സ്ഥാപനത്തിന് വേണ്ടി സഹകരിച്ച, സഹായിച്ച്, അധ്വാനിച്ച, പഴയ കാലത്ത് കഷ്ടപ്പെട്ട പലവരും മൗത്തായി പോയിട്ടുണ്ട്. എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാനേ. അവരുടെ ഖബറിൽ നീ സന്തോഷം നൽകണേ അല്ലാഹ്. ഖബറിൽ സന്തോഷം നൽകണേ റഹ്മാനേ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യമാര്, മക്കൾ, കുടുംബക്കാർ, സ്നേഹിതന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളുമായി ബന്ധമുള്ള, നമ്മെ സ്നേഹിക്കുന്ന, നാം സ്നേഹിക്കുന്ന ഞങ്ങളുടെ സംഘ കുടുംബത്തിലെ പ്രിയപ്പെട്ട കൂട്ടുകാര്, പ്രവർത്തകര്, എല്ലാവരും നീ കാക്കണം റഹ്മാനേ. അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ, ദുരന്തത്തിൽപ്പെടുത്തല്ല അല്ലാ, പെട്ടെന്ന് കൊണ്ടുപോകല്ല അല്ലാ, അറിയാതെ പിടിക്കല്ല അല്ലാ. അല്ലാ, ഞങ്ങൾക്ക് മരണത്തിന് വേണ്ടി നല്ല ഒരു സമയവും നല്ല ഒരു സ്ഥലവും നീ കണക്കാക്കണം റഹ്മാനേ. ആ സമയമെത്തുമ്പോൾ ഞങ്ങൾക്ക് നീ അറിയിച്ചു തരണേ അല്ലാ. എല്ലാവരോടും യാത്ര പറഞ്ഞ് അക്കടപാടുകളെ പൊരുത്തപ്പെടിച്ചുകൊണ്ട് അതോടുകൂടെ കടന്നിട്ട് ഉറക്ക കലിമ ചൊല്ലി മരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാ, ഞങ്ങൾ മരിച്ചു കിടക്കുന്ന സമയം ഞങ്ങളെ ചങ്ങാതിമാരും കുടുംബക്കാരൊക്കെ ഞങ്ങളെ മയ്യത്ത് കാണാൻ വരും. ആ സമയത്ത് ഞങ്ങൾ കിടക്കുന്ന ഞങ്ങളെ മയ്യത്ത് നല്ല പുഞ്ചിരിക്കുന്ന മയ്യത്തുകളാക്കണം റഹ്മാനേ. പുഞ്ചിരിയോടെ കിടക്കുന്ന മയ്യത്തുകളാക്കണേ അല്ലാ. ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനേ. ഹിസാബ് എളുപ്പമാക്കണം അല്ലാ. ഹൗദുൽ കൗസർ നൽകണമല്ലാ. സയ്യിദ് താജുൽ ഹദ്റത്തുകളെ കൂടെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമയോട് കൂടെ, നൂറുൽ ഉലമയോട് കൂടെ അവർ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി ജീവിച്ച് അവർ വഫാത്തായതുപോലെ പാവപ്പെട്ട ഞങ്ങളും മരിച്ച് അവരോടൊപ്പം നാളെ പിന്നിലൂടെ ഓടി ഓടി മുത്തനബിന്റെ ശഫാഅത്തിലായി സ്വർഗ്ഗത്തിൽ കിടക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. തൗഫീഖ് നൽകണേ അല്ലാ. പാവപ്പെട്ട ഞാൻ ദുആ ചെയ്യാൻ തരപ്പെട്ടവനല്ല. വലിയ ഉസ്താദുമാർ സ്റ്റേജിലുണ്ട്, സദസ്സിൽ എത്രയോ മുത്തഅല്ലിമീങ്ങളുണ്ട്. ഈ സ്ഥാപനത്തിന് വേണ്ടി ഓടി നടക്കുന്ന പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ നീ കൈവിടിയല്ല അല്ലാ. അവരൊക്കെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, വരാൻ കഴിയാതെ വിഷമത്തിലാണ്. എന്നാലും സ്ഥാപനത്തിന് വേണ്ടി ഓടി നടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നീ കൈവിടിയല്ല അല്ലാ. ഞങ്ങളുടെ പ്രവാസികളെ നീ സഹായിക്കണം റഹ്മാനേ. നമ്മുടെ സ്ഥാപനത്തിൽ ഉറൂസ് നടക്കുമ്പോൾ ജില്ലയുടെ നാനാഭാഗങ്ങളിൽ വിവാസമാഹാരമായി ഇവിടെ പല വസ്തുക്കളും എത്തിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി അധ്വാനിച്ചവർ, കഷ്ടപ്പെട്ടവർ, ഇവിടെ എത്തിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ ദുനിയാവിലും ആഖിറത്തിലും നൽകണേ റഹ്മാനേ. ദുനിയാവിലും ആഖിറത്തിലും നൽകണേ റഹ്മാനേ. എല്ലാ നിലക്കും നീ സന്തോഷം നൽകണേ അല്ലാ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. എല്ലാവരും ഇരിക്കണം. ചെറിയൊരു ചടങ്ങ് ബാക്കിയുണ്ട്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്യുന്നു. വാക്കിൽ